കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പന്തീരങ്കാവ് ഭർതൃവീട്ടിൽ വെച്ച് നവവധുവിന് ക്രൂരമായി പീഡനം നേരിടേണ്ടി വന്നത്. ആ വാർത്തയുടെ കുറിച്ച് അച്ഛൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഓരോ ആളുകളെയും ഞെട്ടിച്ചതാണ്. സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് എൻ്റെ ബാക്കിയുള്ള സാറിന് ഇപ്പം കിട്ടും, എൻ്റെ കാർ എവിടെ എന്നുള്ള കുറേ കാര്യം പറഞ്ഞിട്ട്, സ്ത്രീധനം എനിക്ക് ഇത്രയും പോരാ, ഞാനിതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം തുടങ്ങുന്നത്. ക്രൂരമായിട്ട് തന്നെയാണ് എന്നെ മർദ്ദിച്ചത്. അപ്പോൾ ആദ്യം എന്നെ കരണത്തടിച്ച് ഞാൻ ബെഡിൽ വീണു. അതിനുശേഷം കൈ മുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഈ ലെഫ്റ്റ് സൈഡ് 3 കുത്തി, പിന്നെ റൈറ്റ് സൈഡ് ബാക്കിൽ, പിന്നെ കേബിൾ മറ്റേ ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ നോക്കി. പിന്നെ പുറത്ത് കുനിച്ചിരുത്തി എന്നെ അടിച്ചു. പിന്നെ ചുണ്ടിങ്ങനെ മലത്തിയിട്ട് നഖം അവിടെ വെച്ച് ഇറുക്കി, കഴുത്തിലും നഖം വെച്ച് ഇറുക്കി പ്രസ് ചെയ്തു, ഇത് മലത്തിക്കെടുത്തിട്ട് പ്രസ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം എൻ്റെ ബോധം പോയായിരുന്നു. പിന്നെ എന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കി, ഡോറ് തുറന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ സമയത്ത് ഓടി വന്ന് എന്നെ പിടിച്ചു, ഡ്രസ്സിന് കയറി പിടിച്ചു, വലിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് ബെൽറ്റ് എടുത്തു, ബെൽറ്റിന് വെച്ചിട്ട് പുറകിൽ കുറേ അടിച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ രക്ഷപ്പെടാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല. ലാസ്റ്റ് തന്നെ ഇവിടെ അടിച്ചു. അപ്പോൾ എൻ്റെ ചെവി ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പാടുണ്ട്, ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, എൻ്റെ പേര് റിജു കെയർ എന്നാണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം സ്ത്രീധന പീഡനത്തിൻ്റെ ഒരു കഥ കേട്ടോ. നോർത്ത് പറവൂരിലെ ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു ആഴ്ചയായിട്ടുള്ളൂ. അതിനുള്ളിലേ തന്നെ ആ കുട്ടിയുടെ ജീവിതം താറുമാറാക്കി. എങ്ങോട്ടാണ് ഈ കേരളം പോകണമെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഭർതൃപീഡനം, അതേപോലെ മറ്റേ നമ്മുടെ എല്ലാ കൊലപാതകം. ഇതൊക്കെ ഞാൻ വീണ്ടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം എനിക്കും പെങ്ങൾമാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ആള് ഇത്രയും രൂപ സാലറി കിട്ടണമെങ്കിൽ എന്തിനാണ് ഈ കാറിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കാറ് ഇന്ന് വാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ സിമ്പിളാണ്. പിന്നെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ നിനക്കൊക്കെ ജീവിക്കാൻ? നീ ആദ്യം തന്നെ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞൊരു പിച്ചച്ചാട്ടിട്ട് അവിടുത്തെ മനസ്സിലായ? അല്ലാണ്ട് പെൺകുട്ടീനെ നോക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് നിൻ്റെ വേർപ്പൊഴുക്കി നീ നോക്കാം. അല്ലാണ്ട് അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് മോഹിച്ചിട്ട് പെൺകുട്ടീനെ കെട്ടരുത്. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാനീ പറഞ്ഞ കൂട്ട് ഞാൻ അൺമാരീഡാണ്, എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇത് ചെയ്യണം. പിന്നെ പോലീസിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ജെനുവിനിറ്റി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നടപടി എടുക്കുക. പിന്നെ ഇവനിപ്പോൾ ഒളിച്ചോടി എന്നൊക്കെയാണ് പറയണേ. ഇവൻ എങ്ങോട്ട് പോയെന്നറിയില്ല. ഇവൻ പോലീസ് കസ്റ്റഡിയിലുണ്ടോ, അങ്ങനെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? പിന്നെ ഇവനെ ഒളിച്ചോടേണ്ട കാര്യം എന്താണ്? ഈ പെണ്ണിനെ കുട്ടീനെ വെറുതെ പിടിച്ച് ഇവൻ തല്ലലി ഇങ്ങനെയൊക്കെ പോയേക്കുന്നത്. നീ എന്തിനാണ് പിന്നെ കല്യാണം കഴിച്ചത്? സത്യത്തിൽ നിനക്ക് കല്യാണം കഴിക്കാൻ എന്ത് യോഗ്യത ഉള്ളത്? നീ ഇതിനേക്കാളും ഭേദം വല്ല കല്യാണം കഴിക്കാണ്ട് നടക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഭർത്ത് വീട്ടിലിട്ട് പീഡിപ്പിക്കുക. ഇതൊക്കെ വളരെ ഒരു മോശമായ ഇതാണ്. ഇത് സെക്ഷൻ്റെ എന്തൊക്കെയാണ് സെക്ഷൻ എന്ന് എനിക്കറിയാമോ? ഇതിലേറ്റവും കൂടുതൽ ആദ്യം വരുന്നത് 498 വരും, പിന്നെ 307 ഒരു പ്രധാന ഘടകമായിട്ട് IPC വരുന്നുണ്ട്. പോലീസുകാർ എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പോഴേ അതിനെ നടപടി എടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള സ്റ്റഡി ചെയ്ത് വരുമ്പോഴേക്ക് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് പഠിക്കും. പിന്നെ ഇതേപോലെയുള്ള കുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുമ്പോഴേ നമ്മൾ അവരുടെ സ്വത്ത് നോക്കിയല്ല ചെയ്യുന്നത്. അവർ നമ്മുടെ ജീവിതകാലം മുഴുക്കൻ ജീവിക്കേണ്ടത്. നിൻ്റെ അമ്മേനെ എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ നോക്കുന്നത്, ആ രീതിയിൽ തന്നെ ഇരിക്കണം നീ ആ പെൺകുട്ടീനെ നോക്കേണ്ടത്. അല്ലാണ്ട് നീ വന്നു കഴിഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ ആ കൊച്ചിനെ പിടിച്ച് ഒരാഴ്ചക്കുള്ള അടിക്കിയ കാര്യങ്ങൾ ഇത് ചെയ്യണതൊക്കെ നിനക്കുണ്ടല്ല. നീ ശരിക്കും പറഞ്ഞൊരാണല്ലടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രിമിനൽ തരമുള്ളവനായാലും പെൺകുട്ടി വന്ന് കയറി കഴിഞ്ഞാൽ പെൺകുട്ടി എന്തും പറഞ്ഞാലും നമ്മൾ സംയമനം പാലിക്കുക. അപ്പോഴാണ് നമ്മളുടെ വിജയം ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, മറ്റുള്ളതിലൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലൊരു പെൺകുട്ടീനെ കിട്ടാൻ വേണ്ടിയല്ല ചിലർ കാത്തിട്ടിരിക്കുന്നുണ്ട്, ചില അവളുമാർ വേലിയാടുന്നുണ്ട്. അത് അങ്ങനെയുള്ള ടീമുകളാണ്. അപ്പോൾ ഇത് കുട്ടീനെ അങ്ങനെ ഇതായിട്ട് നീ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. പിന്നെ ഈ കുട്ടി നോർത്ത് പറവൂരുള്ളതാണ്, നമ്മുടെ നെയ്ബറായിട്ട് അടുത്തുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നോർത്ത് പറവൂരുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, നീ ഇതേപോലെയുള്ള കൊണ്ടുപോയി ജീവിതം തൊലച്ചവനാണ് നീ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാരും മുഴുക്കൻ ഈ കേസിൽ പ്രതിയാക്കണമെന്ന് പോലീസ്. അതാണ് ഇനി ആദ്യം അടുത്ത ഭാഗം ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ എല്ലാവർക്കും പെൺപിള്ളേരൊക്കെ ഇനിയും വളർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. നിന്നെപ്പോലുള്ള ഈ ലോക ചറ്റകൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറ്റുമോ? അതേപോലെ തന്നെ പെൺകുട്ടീനെ കാണുമ്പോൾ ഇവൻ ഇളിച്ച് കാണിക്കല്, ഇവൻ ഈ പറഞ്ഞോട്ട് ഇവിടെ ഒരു പണിയും കിട്ടാണ്ടാണ് ഇവൻ ഈ പറഞ്ഞോട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയിരിക്കുന്നത്. അതേപോലെ ഇവൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി അങ്ങനെ എന്തോ സ്ഥലമായിട്ടേന്ന് തോന്നുന്നു ഇവൻ്റെ അങ്ങടെയൊക്കെ പോയിരിക്കുന്നത്.
അപ്പൊ ഇവിടുത്തെ പണിയിട്ടാൻ നിനക്ക് ക്വാളിറ്റി ഇല്ല. പിന്നെ നീ ഇതേപോലെ തന്നെ വേറെ ഗവൺമെന്റ് സർവീസിലൊന്നും അല്ല. അപ്പൊ അവിടെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയണേ, ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ നിനക്ക് യോഗ്യതയില്ല. അതേപോലെ ഇപ്പൊ എല്ലാ കല്യാണവും ബിസിനസ് ആയിരിക്കണം, ബിസിനസ് മാനേജ്മെന്റ് പോലെയാണ് കല്യാണം നടത്തുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ കാലം പോകുന്ന പോക്ക്. ഇനി അടുത്ത ഇത് കണ്ടാലും ഇത് കണ്ടു തന്നെയാണ് പുതിയ ജനറേഷനും വന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഫ്യൂച്ചർ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെപ്പോലുള്ള ഇത്ര ഇഡിയറ്റ്സ് കാരണം മറ്റുള്ളവർക്ക് ഈ പറഞ്ഞു വിട്ട് പെണ്ണ് കിട്ടാനും കാരണം കുട്ടികൾക്ക് പേടിയാണ്. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയാണ് അവൾ കെട്ടാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം എത്ര അവര് അടിത്തറ നോക്കി കല്യാണം കഴിച്ചാലും ഇതേപോലത്തെ പല ക്രിമിനൽസും ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇവന് ഒന്നില്ലെങ്കിൽ കൂടി പോയി 1 മാസത്തിനുള്ളിൽ ഇവന്റെ ക്രിമിനൽ തരം പുറത്തേക്ക് വരും. സാധാരണ അഭിനയിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഇവൻ നന്നായിട്ട് അഭിനയിച്ച് ഇവൻ 1 മാസമൊക്കെ നിൽക്കും, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 1 കൊല്ലം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുച്ചിനെ പിടിച്ച് തല്ല, ഇതൊക്കെ തന്നെയാണ് ചിലവന്മാരെ ഇപ്പോഴത്തെ ക്രിമിനൽസ്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഇവൻ ഡ്രഗ് വെച്ചൊന്നും പോലും ആർക്കും അറിയാൻ പറ്റൂല. ഇവൻ പകൽമാന്യനായിരിക്കും, പുറമെ എല്ലാവരുടെ മുമ്പിൽ നല്ല ഡീസൻറ്റും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ക്ലീൻ ഇമേജ് ആയിരിക്കും. പക്ഷെ ഇവൻ ഉള്ളിൽ ക്രിമിനലായിരിക്കും. ഇത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും സമയം പോയിട്ടുണ്ടാവും പെൺകുട്ടികളുടെ അച്ഛനും അമ്മക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനും നോക്കുമ്പോഴും അത് പ്രശ്നമാണ്. അപ്പൊ ഇതേപോലത്തെ ക്രിമിനൽസിനെയൊക്കെ നമ്മൾ ഇപ്പോഴേ പോലീസുകാർ ഉൾപ്പെടെ നമ്മുടെ നിയമപാലകർ ഒതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള ക്രിമിനൽസ് ഇനിയും വളർന്നു വരാൻ ഇവിടെ സാധ്യത കൂടുതലാണ്. ഇവര് മുങ്ങിയാൽ പോലീസും മൗനാനുവാദം കൊടുത്തത് വളരെ മോശമായി പോയി. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ ചാനൽ എല്ലാവരും ഈ രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഒളിച്ചോടി? ഇവൻ സത്യസന്ധനാണെങ്കിൽ അവന് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തൂടെ? ഇവൻ എന്തുകൊണ്ട് ഒളിച്ചോടി? അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായി. താശ ചെയ്തേക്കുന്നത് പന്തീരങ്കാവ് പോലീസുകാരാണ്. അവരാണ് ഇതിന് മുഴുവൻ ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എന്റെ കയ്യിൽ തരുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും എന്റെ മകൾക്ക് വേണ്ടി. നീതി ഇന്നിവിടെ ഇല്ല. ഈ ഭരണകൂടം എന്തിന്? ഇവിടെ നീതിന്യായ വ്യവസ്ഥ എന്തിന്? കോടതി എന്തിനാ? വലിയ വലിയ IPSകാരും കമ്മീഷണർമാരും ഒക്കെ ഇവിടെ എന്തിനാ? ഞങ്ങൾ അന്ന് തുടങ്ങി ഈ മേലോട്ട് പോയ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ആരും ഇതിനൊരു മുന്നോട്ട് പോയിട്ടില്ല ആരും. എല്ലാവരും പറയും ഞങ്ങൾ സഹായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയല്ലാണ്ട് അവനെ വിട്ടാ അത് മറുപടി ആര് തരും? എനിക്ക് പുച്ഛം എന്ന് വെച്ചാല് ഈ നീതിപാലകന്മാരോടും ഈ പോലീസ് വകുപ്പിനോടും ഇതിലെന്ത് വന്നാലും ശരിയാണ്, ഈ നീതിന്യായ വ്യവസ്ഥയോടും എല്ലാവരോടും എനിക്ക് പക, തീർത്താ പക. എന്റെ മോളുടെ ജീവിതം പിച്ച് ചീത്തി എറിഞ്ഞിട്ട് അതിന് ഒരു നീതി കിട്ടാണ്ട് എത്തിച്ച ഈ സമൂഹം എന്തിനാണ്?